എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് കണിച്ചിക്കാട്ടിൽ. ഞാൻ ഒരു CMI വൈദികനാണ്. ദൈവാരാധന ഏറ്റവും ശ്രേഷ്ഠം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഏതാനും പ്രഭാഷണങ്ങൾ കാഴ്ചവെക്കുകയായിരുന്നു. അതിൽ അഞ്ചാമത്തേതും അവസാനത്തേതുമാണ് സീറോ മലബാർ കുർബാന ഏതാനും വിലയിരുത്തലുകൾ എന്നുള്ളത്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ഞാൻ സീറോ മലബാർ കുർബാനയുടെ ഉത്ഭവം, വളർച്ച, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വീക്ഷണത്തിൽ സീറോ മലബാർ സഭയിലുണ്ടായ വളർച്ച, ലിറ്റർജി പരിഷ്കരണം, തുടർന്നു വന്ന സഭയിൽ വന്ന പുനരുത്ഥാന ചിന്തകൾ, കൽദായീകരണം, പിന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് അസ്വസ്ഥതകൾ, ഇവയെല്ലാം ഞാൻ പ്രസ്താവിക്കുകയായിരുന്നു. ഈ പ്രഭാഷണത്തിൽ എന്ത് പ്രതിവിധി നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും ഈ കോലാഹലങ്ങൾക്ക്, ഈ തെറ്റിദ്ധാരണകൾക്ക്? അതിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ പതിക്കുവാനായിട്ട് പോകുന്നത്. സീറോ മലബാർ സഭയുടെയും ലിറ്റർജിയുടെയും പരിധിയിലേക്ക് വരുമ്പോൾ എളുപ്പത്തിൽ കാണുവാൻ കഴിയും. അതിന് ചരിത്രപരമായി രണ്ട് ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തത് സെന്റ് തോമസിന്റെ കാലഘട്ടം മുതൽ സിനഡ് ഓഫ് ഡയംബർ 1599 വരെ, അതൊന്നാം കാലഘട്ടം. പിന്നെ സിനഡ് ഓഫ് ഡയംബർ മുതൽ ഇന്നത്തെ അവസരം വരെ, അത് രണ്ടാമത്തെ ഘട്ടം. ഒന്നാം ഘട്ടത്തെ പറ്റി പറയുമ്പോൾ വിശുദ്ധ തോമാസ് ലീഹ നമ്മുടെ ഈ കേരളത്തിൽ ക്രിസ്തുവിന്റെ സമൂഹത്തിന് അടിസ്ഥാനമിട്ടു. അവർക്ക് മാമോദിസ നൽകി, ക്രിസ്തുവിന്റെ മാർഗങ്ങൾ അവരെ പഠിപ്പിച്ച്, അവർക്ക് സുവിശേഷ വെളിച്ചം നൽകി എന്നുള്ളത് ഒരു ഉറച്ച പാരമ്പര്യവും അതുപോലെ തന്നെ അത് ചരിത്രപരവുമാണ്. ഇതിനെപ്പറ്റി ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെന്റ് തോമസ് രൂപം കൊടുത്ത തോമാസ് സമൂഹം അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അനാഥമായി, അവരെ നയിക്കുവാനായി ഇടയന്മാരില്ലാതെയായി പലവിധ കാരണങ്ങളാൽ. ഈ അവസരത്തിൽ പെർഷ്യയിലെ സഭ, അതായത് ഇന്നത്തെ ഇറാഖ്, ഇന്ത്യയിലെ ക്രൈസ്തവരുടെ സംരക്ഷണത്തിനായി ഇവിടെ വന്നു. നമ്മളെ ഒരുപക്ഷെ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചു കാണും. അവിടെ നിന്നും ഇടയന്മാർ, ബിഷപ്സ് വരുവാൻ ഇടയായി. ഒരു പ്രധാന സംഭവം നാം എല്ലാവരും ഓർക്കുന്നത് ഒരു വലിയ കുടിയേറ്റം. AD 345 യഹൂദ ക്രിസ്ത്യാനികൾ ഗ്നായിത്തൊമ്മൻ എന്ന കച്ചവടക്കാരന്റെ നേതൃത്വത്തിൽ ഏതാനും ബിഷപ്സും വൈദികരും ഏകദേശം 400 പേർ ഇവിടെ എത്തി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇന്നത്തെ ജ്ഞാനായ സമൂഹത്തിന്റെ മുൻ തലമുറക്കാരാണ് അവർ ഇവിടെ വന്ന് സുറിയാനി കുർബാനയും ആരാധനയും പ്രാർത്ഥനകളൊക്കെ സുറിയാനിയിൽ നടപ്പിലാക്കി എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. പേർഷ്യൻ സഭ, കൽദായ സഭ 431 നെസ്തോറിയസ് ശീഷ്മയിൽപ്പെട്ടു. അത് റോമായിലെ മാർപ്പാപ്പയിൽ നിന്നും അകന്നുപോയി. അതുമൂലം നമുക്ക് പിന്നെ വന്ന മെത്രാന്മാർ നെസ്റ്റോറിയൻ പാഷണ്ഡതയിൽ അകപ്പെട്ട മെത്രാന്മാരായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അവർ കർമ്മങ്ങളെല്ലാം സുറിയാനി ഭാഷയിൽ അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ നാം അറിയാതെ തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ നെസ്റ്റോറിയൻ ശീഷ്മയിൽപ്പെട്ടവരായി. ഇത് ദീർഘകാലം നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇവിടെ വന്നതായിരിക്കണം ഇപ്പോൾ നാം കാണുന്ന മണിക്കേയൻ ക്രോസ്. അതിന് മാർത്തോമ ക്രോസ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും മാർത്തോമയുമായി അതിന് ഒരു ബന്ധവുമില്ല. അതിന് ചുറ്റും കാണുന്ന ലിപി പേർഷ്യൻ ലിപി, പഹ്ലവി സിവി. 5-ാം നൂറ്റാണ്ടിൽ മാണി എന്ന ഒരു ജ്ഞാനവാദി പേർഷ്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സമൂഹം ഉണ്ടാക്കിയിരുന്നു. അവരാണ് മണിക്കൈൻസ്. അവർ ഇവിടെ ഒരുപക്ഷെ കേരളത്തിൽ സെറ്റിലേഴ്സായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അവർ സെന്റ് തോമസ് മൗണ്ടിൽ വന്ന് നിക്ഷേപിച്ചതായിരിക്കണം ഈ ക്രോസ്. 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ മറ്റോ.
അതിന് സെന്റ് തോമസായി വലിയ ബന്ധം, അതിനെപ്പറ്റി വലിയ സ്റ്റഡി നടത്തിക്കുന്നവർ, വലിയ റിസർച്ച് നടത്തിക്കുന്നവരൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആദ്യഘട്ടം സിനഡ് ഓഫ് ഡയംബർ വരെ ഇവിടെ പേർഷ്യൻ മെത്രാന്മാർ, പരിസ്ഥിതി വൈദികർ, അങ്ങനെ അവരെല്ലാവരും ഒരു പൗരസ്ത്യ കാതോലിക്കേറ്റ്, പൗരസ്ത്യ സുറിയാനി കാതോലിക്കേറ്റ് ഇവിടെ ഉയർത്തുവാനായിട്ടാണ് പരിശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരെല്ലാവരും നെസ്റ്റോറിയൻ സമൂഹത്തിൽ സഭയിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളത് വളരെ പരിതാപകരമാണ്. രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് സിനഡ് ഓഫ് ഡയംബർ ഉദയംപേരൂർ സുനകദോസോടുകൂടിയായിരുന്നു 1599. 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നു. കോഴിക്കോട്ട് കപ്പലിറങ്ങി. അവർക്കിവിടെ ഒരു കോളനി ഉണ്ടാക്കണമെന്നാണ് പദ്ധതി. വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ്. ഗോവയിൽ താമസിയാതെ അവർ വടക്കോട്ട് ഗോവയിലേക്ക് താമസമാക്കി. അവിടെ ഒരു കച്ചവട തുറമുഖം സ്ഥാപിക്കുവാനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പോർച്ചുഗീസുകാർ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെപ്പറ്റി കേട്ടു അവരുടെ അടുക്കിലെത്തി. കൂടുതൽ അടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി മാർത്തോമ ക്രിസ്ത്യാനികൾ നെസ്റ്റോറിയൻ ക്രൈസ്തവരാണെന്നും. വേണ്ടപ്പെട്ടവരെ അവർ വിവരമറിയിച്ചു. അന്നത്തെ ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് മേനേസിസ് ഇവിടെ കേരളത്തിലേക്ക് വരികയും മാർത്തോമ ക്രിസ്ത്യാനികളെപ്പറ്റി കൂടുതൽ പഠിക്കുവാനായിട്ട് ഇടവരുകയും ചെയ്തു. മാർത്തോമ ക്രിസ്ത്യാനികൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അവർ നെസ്റ്റോറിയൻ ശീഷ്മയിൽപ്പെട്ടവരായിരുന്നു. റോമൻ സഭയിൽ മാർപ്പാപ്പയുടെ കീഴിൽ ഉള്ളവരല്ല, കത്തോലിക്ക സഭയിൽപ്പെട്ടവരല്ല എന്ന് അവർക്ക് പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി. അതിൻ്റെ പരിണിത ഫലമായിരുന്നു 1599 ഉദയംപേരൂർ സുനകദോസ്. ആ സുനകദോസിനെ പറ്റി ഞാൻ ഇതിക്ക് മുമ്പുള്ള പ്രഭാഷണത്തിൽ ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പോർച്ചുഗീസുകാർ ഇവിടുത്തെ നെസ്റ്റോറിയൻ പാഷണ്ഡത അകറ്റുവാനായിട്ട് പരിശ്രമിച്ചു. നെസ്റ്റോറിയോസിന്റെ പേരും അതുപോലെ തന്നെ അനാഫറയും തെയ്യതോറിന്റെ അനാഫറയും എല്ലാം അവർ കുർബാന പുസ്തകത്തിൽ നിന്നും മാറ്റി, കുർബാനയിൽ മാറ്റം വരുത്തി. എന്നാൽ സുറിയാനി ഭാഷ അവർ മാറ്റിയില്ല, എതിർപ്പ് പേടിച്ചുകൊണ്ട്. അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളെ ശുദ്ധീകരിക്കുവാനായിട്ട് അവർ അത്യധികം പരിശ്രമിച്ചു. ആ അവസരത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് വിഘടിച്ചു പോയിട്ടുള്ളവരാണ് ഇന്നത്തെ യാക്കോബായ ഓർത്തഡോക്സ് ക്രൈസ്തവർ. പോർച്ചുഗീസുകാർ ഇവിടെ പോർച്ചുഗീസ് രാജ്ഞിയുടെ അംഗീകാരത്തോടുകൂടി ഒരു റോമ കാതോലിക്കേറ്റ്, റോമ സിംഹാസനം സ്ഥാപിക്കുവാനായിട്ട് പരിശ്രമിച്ചു. നേരത്തെയുണ്ടായിരുന്ന പൗരസ്ത്യ കാതോലിക്കിന്റെ സ്ഥാനത്ത് റോമൻ സഭയുടെ പ്രാർത്ഥനകൾ, നൊവേന, കൊന്ത, കുരിശിന്റെ വഴി, പള്ളികളിൽ പ്രതിമകൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മം എല്ലാം അവർ ഇവിടെ നടപ്പിലാക്കി. ഭാഷ സുറിയാനി ആയിരുന്നു. എന്നാൽ കുദാശികൾ റോമൻ ക്രമത്തിന്റെ തർജ്ജമകളായിരുന്നു. അങ്ങനെ ആർച്ച് ബിഷപ്പ് ഓഫ് ഗോവ അലക്സിസ് മേനേസിസിന്റെ നേതൃത്വത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളിടയിൽ വളരെ വലിയ ഒരു ശുദ്ധീകരണം നടന്നു എന്ന് പറയാം. പിന്നീട് മാർത്തോമ ക്രിസ്ത്യാനികളുടെ മെത്രാനായിട്ട് വന്നത് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് എസ്. അദ്ദേഹം പോർച്ചുഗീസുകാരനായിരുന്നു. സുറിയാനി നല്ല നിശ്ചയമുള്ള ആൾ. അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി. മാർത്തോമ ക്രിസ്ത്യാനികളെ പാഷണ്ഡതയിൽ നിന്നും വിമുക്തരാക്കുവാൻ വേണ്ടി അങ്ങനെ പോർച്ചുഗീസുകാർ വളരെ പരിശ്രമിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികൾ രണ്ട് പാരമ്പര്യങ്ങൾ ചുമക്കേണ്ടതായിട്ട് വന്നു. ഒന്ന് റോമൻ പാരമ്പര്യം, രണ്ട് സുറിയാനി പാരമ്പര്യം. അത് രണ്ടും അവർക്ക് ചുമലിലേക്കേണ്ടി വന്നു. ഒരു പരിധിവരെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി.
റോമിൽ നിന്നും പിന്നീട് മെത്രാന്മാരെ ഇവിടെ അയച്ചിരുന്നു. പിന്നീട് പല ഘട്ടങ്ങൾ കടന്ന് 1923 മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഒരു ഭരണകൂടം റോമിന്റെ കീഴിൽ ഒരു ഹൈറാർക്കി സ്ഥാപിതമായത്. സീറോ മലബാർ ഹൈറാർക്കി ഇവിടെ 1923 സ്ഥാപിതമായി. ആദ്യത്തെ ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലിത്ത. എറണാകുളം ആർച്ച് ഡയസിസ്, തൃശൂർ, കോട്ടയം സാമന്ത രൂപതകൾ, അങ്ങനെ ഒരു പുതിയ ഹൈറാർക്കി രൂപീകൃതമായി. 1962 വത്തിക്കാൻ കൗൺസിലിന്റെ അവസരം. അന്നത്തെ മെത്രാപ്പോലിത്ത ജോസഫ് ഹാറക്കാട്ടിൽ ആ വത്തിക്കാൻ കൗൺസിലെ എല്ലാ സമ്മേളനങ്ങളിലും സംബന്ധിച്ചു. അദ്ദേഹത്തിന് അതിൽ നിന്നും ലഭിച്ച പ്രചോദനമനുസരിച്ച്, വലിയ പ്രചോദനമനുസരിച്ച് ഭാരതീയ പൈതൃകം നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ലിറ്റർജിയിലും നമ്മുടെ ആരാധനയിലുമെല്ലാം ഭാരതീയ പൈതൃകം വേണം. ആധ്യാത്മികതയിലൊക്കെ ഭാരതീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വേണം എന്ന് അദ്ദേഹം ഒരു വലിയ പ്രചോദനത്തോടുകൂടി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അത് വളരെ നന്നായിട്ട് ഭാരതീയ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് സ്വീകരിച്ചു. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു പ്രഭാഷണത്തിൽ ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഭാഗത്ത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മുടെ കഴിഞ്ഞ 5 പ്രഭാഷണങ്ങളുടെ വെളിച്ചത്തിൽ ചില വിലയിരുത്തുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. 1. സീറോ മലബാർ സഭ തോമസ് ലീഗ സ്ഥാപിച്ച സഭയാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് അർത്ഥപൂർണമായിട്ടുള്ള വിധത്തിൽ തോമസ് ലീഹായുടെ മലബാർ സഭ എന്നുള്ളതായിരിക്കണം. ഇംഗ്ലീഷിൽ അപ്പസ്റ്റോളിക് ചർച്ച് ഓഫ് സെന്റ് തോമസ് ഇൻ മലബാർ. തോമസ് ലീഹായുടെ മലബാർ സഭ, അതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ള ഒരു നെയിം. 2. സഭയുടെ ഐക്യമാണ് ഏറ്റവും സർവപ്രധാനം, ഐക്യരൂപമല്ല. ഐക്യരൂപം മാറ്റാം, സ്വീകരിക്കാം, പക്ഷേ ഐക്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഐക്യരൂപത്തിനല്ല, സഭയുടെ കെട്ടുറപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇന്നത്തെ ഈ ലിറ്റർജി പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാരണം ഈ ഐക്യരൂപത്തിന് വേണ്ടിയിട്ടുള്ള കടുംപിടുത്തമാണ്. 3. 50-50 കുർബാന ഒരു അശാസ്യമായ ഒരു രൂപമായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് വലിയ അർത്ഥമില്ല. ഒന്നുകിൽ കുർബാന മുഴുവൻ അൾത്താരയിലേക്ക്, അല്ലെങ്കിൽ കുർബാന മുഴുവൻ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നടത്തുക. വായനകൾ എപ്പോഴും ജനങ്ങളിലേക്ക് തിരിഞ്ഞു നടത്തണം. 50-50 ഒരിക്കലും നാം നിർദ്ദേശിക്കാവുന്ന ഒരു നല്ല സൊല്യൂഷനല്ല, ഒരു നല്ല മറുപടിയല്ല. കൽദായ് സഭയിൽ ഈ 2 രൂപങ്ങളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. 4. ഡിവോഷൻസ്, റോസറി, അഡോറേഷൻ, ജനങ്ങളുടെ ഭക്തി വർദ്ധിക്കുന്ന കർമ്മങ്ങൾ, ഇതിനെല്ലാം പ്രാധാന്യം നൽകണം. ചില രൂപതകളിൽ അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാനൂന് നമസ്കാരവും കുർബാനയും മാത്രം, അത് ശരിയല്ല. ഡിവോഷൻസ്, റോസറി, അഡോറേഷൻ, ഇതൊക്കെ കത്തോലിക്ക സഭയുടേതാണ്. അതൊക്കെ നമുക്ക് സ്വീകരിക്കുകയും വേണം. 5. നെസ്റ്റോറീസിന്റെയും തിയഡോറിന്റെയും അനാഫറകൾ ആവശ്യമില്ല. കാരണം അതെല്ലാം ഒരു നെസ്റ്റോറിയൻ പാഷണ്ഡത അല്ലെങ്കിൽ ഒരു പാഷണ്ഡതയിലെ ഒരു ഛായയുണ്ട്. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുവാനായിട്ട് ഒരിക്കലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് നമ്മുടെ കുർബാന പുസ്തകത്തിൽ ആവശ്യമില്ല. 6. ചില തെക്കൻ രൂപതകളിൽ, ചില രൂപതകളിൽ മാർത്തോമാ കുരിശ് എന്ന പേരിൽ ഒരു കുരിശിന് മാർത്തോമാ കുരിശ് എന്ന് പേരിട്ട് അത് അൾത്താരയിൽ സ്ഥാപിച്ച് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം അത് അവിടെ നിന്ന് മാറ്റിക്കളയുന്നു. അത് വളരെ കഠോരമാണ്. കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം അൾത്താരയിൽ നിന്ന് മാറ്റി ഈ കുരിശ്, ഈ നെസ്റ്റോറിയൻ കുരിശ് അല്ലെങ്കിൽ ഈ മണിക്കയൻ കുരിശ് അവിടെ സ്ഥാപിക്കുന്നത് ഒട്ടും ഉചിതമല്ല. അതുപോലെ തന്നെ പ്രധാനാൽത്താരയിൽ നിന്ന് സക്രാരി മാറ്റിക്കളയുക, കർത്താവിൻ്റെ
ശരീരരക്തങ്ങൾ ശരീരം സ്വീകരിച്ചിരിക്കുന്ന ആ സക്കാരി മാറ്റി സ്ഥാപിക്കുക, അതൊന്നും അത്ര ആശാസ്യമല്ല. മാർത്തോമാ കുരിശ് നമ്മുടെ ഒരു കുരിശായിട്ട് സ്വീകരിക്കാമെങ്കിലും പ്രധാന അൾത്താരയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലിറ്റർജിയിലൊന്നും അതൊരു അലങ്കാര കുരിശായിട്ട് സ്വീകരിക്കാം. പക്ഷെ അത് ആരാധനയിൽ ഉപയോഗിക്കുന്നത് തീർത്തും ഉചിതമല്ല. അതിൻ്റെ ഉത്ഭവം ഒരു ഗ്നോസ്റ്റിക് മതസ്ഥാപകൻ്റേതാണ്. മണിക്കെയിൻ ക്രോസ് എന്നാണ് അതിനെ അതുകൊണ്ട് വിലയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും കൂടി സഭയുടെ ഐക്യരൂപമല്ല, ഐക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കഴിഞ്ഞ 5 പ്രഭാഷണങ്ങളിലായിട്ട് നമ്മുടെ ശിരോമണിമാർ സഭയുടെ ചരിത്രം, ഉത്ഭവം, അതിൻ്റെ വളർച്ച, ലിറ്റർജി, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഏതാനും സംഗതികൾ പ്രസ്താവിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. സഭയിൽ ഇപ്പോഴുള്ള അനിശ്ചിതാവസ്ഥ, എപ്പോഴും തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം മാറി സഭ സുഗമമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കുർബാന പ്രധാനപ്പെട്ട ഭാഗം, അത് ഐക്യമാണ്, സഭയുടെ ഐക്യമാണ് പ്രധാനം, ഐക്യരൂപമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മ കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ദൈവത്തിന് സ്തുതി.